ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലൂടെയാണ് പോകുന്നത്. മൂന്നാറിലുള്ള ഇരവികുളം നാഷണൽ പാർക്ക് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 7000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സസ്യജന്തുശാലങ്ങളുടെ വൈവിധ്യമുള്ള ഒരു മലയാണ് ഇരവികുളം നാഷണൽ പാർക്ക്. ഇതാ എന്തൊരു ഗ്രീനറിയാണെന്ന് നോക്കി. ഫ്രണ്ട്സ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ ഒരുമിച്ച് അടിച്ച് തകർക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. ഇതുപോലുള്ള ട്രാവൽ ട്രിപ്സ്, റെയിൽ, വാട്ടർ, എയർ ട്രാൻസ്പോർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിളായി കിട്ടും. സോ തീർച്ചയായിട്ടും കാണാൻ മറക്കരുത്. ഫ്രണ്ട്സ്, പണ്ട് കാലങ്ങളിൽ ബ്രിട്ടീഷ് പ്ലാന്റേഴ്സിൻ്റെ ഒക്കെ ഒരു വേട്ടയാടൽ കേന്ദ്രമായിരുന്ന പാർക്ക് ഇന്ന് വന്യജീവികളുടെ ഏറ്റവും മികച്ച രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന നീലഗിരിയിലെ വരയാടുകളുടെ ഒരു സംരക്ഷണ കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു. 1975 ഇതിനെ ഒരു നാഷണൽ പാർക്കായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 1978 ഒരു പാരിസ്ഥിതിക ജന്തു ഭൗമിക ശാസ്ത്ര പരമായും ഒക്കെ ഇതിനെ കണക്കെടുത്തുകൊണ്ട് ഇതിനെ ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം പ്രധാനമായിട്ട് നീലക്കുറിഞ്ഞിയൊക്കെ ഈ പൂക്കുന്ന സ്ഥലത്തിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഈ ആൽപ്സുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയധികം വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ സ്ഥലമെന്ന് പറയുന്നത്. ഈ ഹിമാലയത്തിൻ്റെ തെക്ക് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി ഇവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. പ്രകൃതി സ്നേഹികൾക്കും ട്രക്കിങ്ങിനും ഒക്കെ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം. നമ്മൾ എത്തിക്കഴിഞ്ഞു, ഇരവികുളം നാഷണൽ പാർക്ക്. നമ്മൾ അകത്തോട്ട് കയറുകയാണ്. നമുക്കിതിൻ്റെ ധന്യതയൊക്കെ നമുക്കൊന്ന് കാണാം. എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കണ്ടറിയാം. സോ ഇതിനകത്ത് ടിക്കറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം എത്ര രൂപയാണെന്നൊക്കെ നോക്കാം. ടിക്കറ്റ് എടുത്തിട്ട് അകത്തേക്ക് നമുക്ക് പോകാം. ഈ ദേശീയ ഉദ്യാനത്തെ പ്രധാനമായും 3 മേഖലയായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് കോർ ഏരിയ എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ട്, മറ്റൊന്ന് ബഫർ ഏരിയ, മറ്റൊന്ന് ടൂറിസം ഏരിയ. ഇരവികുളത്തേക്കുള്ള റോഡ് പ്രവേശനപ്പുറം കിടക്കുന്ന ദേശീയ പ്രദേശമായ രാജമലയിലേക്കുള്ള ടൂറിസം ആണ്. അതോ നമുക്കിതുപോലുള്ള വണ്ടികളുണ്ട്. തീർച്ചയായിട്ടും ഈ ഇരവികുളത്ത് വന്ന് തീർച്ചയായിട്ടും നമുക്ക് ഈ വരയാടുകളെയൊക്കെ കാണാം. അപ്പോൾ നമ്മൾ വരയാടുകളെ കാണാനും ഇതിൻ്റെ ടോപ്പ് ഹില്ലിലോട്ട് നമ്മൾ പോവുകയാണ്. ഓരോ 12 വർഷം കൂടുമ്പോഴും ഈ സ്ഥലം നീലപ്പരവതാനി വിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. നീലക്കുറിഞ്ഞി പൂത്ത് നിൽക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ ഇരവികുളം നാഷണൽ പാർക്ക്. സോ ഇപ്പം ഏതായാലും നീലക്കുറിഞ്ഞിയൊന്നും പൂത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് വരയാടുകളെ കാണാനും ആ ഒരു ക്ലൈമറ്റ് ഒന്ന് എൻജോയ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. എനിവേ, ഏതാണ്ട് മൂന്നാർ ടൗണിൽ നിന്നൊരു 13-14 കിലോമീറ്റർ ദൂരമുണ്ട്. സോ KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് വരാം. അല്ലാതെ പേഴ്സണലി നമുക്ക് വണ്ടി വിളിച്ച് വരാം. ഞങ്ങൾ വന്നിരിക്കുന്നത് പേഴ്സണലി വണ്ടി വിളിച്ചാണ് വന്നിരിക്കുന്നത്. ഏതാണ്ട് കൊച്ചിയിൽ നിന്ന് ഏതാണ്ട് 135 കിലോമീറ്റർ ഉണ്ട്. കോട്ടയത്തു നിന്ന് ഒരു 148 കിലോമീറ്റർ ഉണ്ട് ബൈ റോഡ് വരികയാണെങ്കിൽ. സോ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആലുവയാണ്. ആലുവയിൽ നിന്നൊരു 120 കിലോമീറ്റർ ഉണ്ട് മൂന്നാറിന്. ഈവൻ ഇനി തമിഴ്നാട് നിന്ന് വരികയാണെങ്കിൽ നമുക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഒരു 165 കിലോമീറ്റേഴ്സ് ഉണ്ട്. എനിവേ, അവൈലബിൾ ആയിട്ടുള്ള എയർപോർട്ട് എന്ന് പറയുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. സോ ഏതാണ്ട് 150 കിലോമീറ്റേഴ്സ് നമുക്ക് ട്രാവൽ ചെയ്യേണ്ടിയിരിക്കുന്നു കൊച്ചിൻ ടു മൂന്നാർ. എനിവേ, വളരെ നല്ല കാഴ്ചകൾ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഒരു ഓഫ് റോഡ് റൈഡ് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റും. ഈ ഇരവികുളം നാഷണൽ പാർക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് മൂന്നാറിൽ നിന്ന് നമ്മൾ ഉദുമൽപേട്ട് റോഡിൽ പോകുമ്പോഴാണ് തീർച്ചയായിട്ടും കാണാൻ പറ്റുന്നത്. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉള്ളൂ ഇതിനകത്ത് കയറാനുള്ള ടൈം. അതുകൊണ്ട് 4 മണിക്ക് മുമ്പ് വന്നാലേ ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് റിസർവേഷൻ കൗണ്ടറുണ്ട്,
9 മണി മുതൽ 3 മണി വരെ നമുക്ക് ഇതിനകത്ത് ഇൻഫർമേഷൻ സെൻറ്ററിനകത്തും കയറാൻ പറ്റും. സോ എത്ര രൂപയാണ് ഇതിനകത്ത് കയറുന്നതിനുള്ള ഫീസ് എന്ന് പറയുന്നത്? ഞങ്ങൾക്ക് 125 രൂപയായി പെർ പേഴ്സൺ അഡൾട്ടിന് കയറാനുള്ളത്. 25 റുപ്പീസാണ് ചിൽഡ്രൻ ഉള്ളത്. അത് വീഡിയോ ക്യാമറ എടുക്കണമെങ്കിൽ നമ്മളൊരു 335 രൂപ എക്സ്ട്രാ കൊടുക്കണം. റിസർവേഷനൊക്കെ ചെയ്യണമെങ്കിൽ നേരത്തെ നമുക്ക് റിസർവ് ചെയ്യാൻ 50 റുപ്പീസ് കൊടുത്ത് റിസർവേഷൻ ചെയ്യാൻ പറ്റും. സോ റിസർവേഷൻ കൗണ്ടർ രാവിലെ 9 മണി മുതൽ 3 മണി വരെ ഈ ഇൻഫർമേഷൻ സെൻറ്ററിലുണ്ട്. മൂന്നാർ ഇൻഫർമേഷൻ സെൻറ്ററിൽ അവൈലബിൾ ആണ്. എനിവേ, സോ ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. സോ എൻജോയ് ചെയ്താണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ടൂറിസം പദ്ധതിയിൽ നമ്മളെ നല്ല ഭംഗിയായിട്ട് കാണിക്കും. എനിവേ, നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഒരു ഗാലറി ഉണ്ട്, അവിടെ എത്തിയിട്ടുണ്ട്. നമുക്കതൊക്കെ ഒന്ന് കാണണം, ജസ്റ്റ് എൻജോയ് ചെയ്യണം. ഇറ്റ്സ് ഫൈൻ.
Thank you.